KPMS ഏറ്റുമാനൂർ യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 18-ന് TS രജികുമാർ നഗറിൽ ഏറ്റുമാനൂർ ഹിന്ദുമത പാഠശാല ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് പതാക ഉയർത്തലിനെ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. KPMS ഏറ്റുമാനൂർ യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 18-ന് TS രജികുമാർ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് പതാക ഉയർത്തലിനെ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് KP ബിനീഷ് മോൻ അധ്യക്ഷത വഹിക്കും. യൂണിയൻ സെക്രട്ടറി KR വിനോദ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി PV സുകുമാരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ K ദാമോദരൻ, EK ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം പൊതുചർച്ച, 4-ന് പ്രമേയ അവതരണം, 4:30-ന് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം ലതിക സജീവ് വരണാധികാരിയായിരിക്കും. സംഘടനയുടെ 55ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 15 മുതൽ 17 വരെ എറണാകുളത്ത് നടക്കും. കേരള പുലയർ മഹാസഭയുടെ 55ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് KPMS ഏറ്റുമാനൂർ യൂണിയൻ്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 18-ന് ഏറ്റുമാനൂർ ഹിന്ദുമത പാഠശാല ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPMSൻ്റെ ആദരണീയ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ സാറാണ്. സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ യൂണിയനെ സംബന്ധിച്ച് 18 ശാഖകളാണുള്ളത്. ആ 18 ശാഖകളിൽ നിന്നും ശാഖയുടെ പ്രതിനിധികളായിട്ട് 117 പേരോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന് ശേഷം യൂണിയൻ്റെ വാർഷിക റിപ്പോർട്ട് അടക്കം ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകൾ യൂണിയൻ സെക്രട്ടറി അവതരിപ്പിക്കുന്നതായിരിക്കും. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം CK തങ്കപ്പൻ, യൂണിയൻ സെക്രട്ടറി വിനോദ് കുമാർ KK, യൂണിയൻ ഖജാൻജി PV സുകുമാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് T ഗോപിനാഥ്, യൂണിയൻ കമ്മിറ്റി അംഗം പ്രഭു രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.